ഞങ്ങൾ ഇന്ന് നൈറ്റ് റൈഡിങ്ങിന് ഇറങ്ങിയിട്ടുള്ളത് ട്രിവാൻഡ്രത്തെ ഇലുമിനേറ്റിംഗ് ബ്രിഡ്ജിലോട്ടാണ് കേട്ടോ. പട്ടത്താണ്. പക്ഷേ എന്താ പറയുക, നമ്മൾ സാധാരണ നൈറ്റ് റൈഡിങ് എപ്പോഴും ഒരാഴ്ചയിലൊരു 3-4 ദിവസം പോവാറുണ്ട്. പക്ഷേ ഒരു വല്ലാത്തൊരു ഫീലാണ് നമുക്ക്. നമ്മളുടെ വിഷമങ്ങളായാലും എന്തെങ്കിലും സങ്കടങ്ങളുണ്ടെങ്കിൽ ആ ഒരു റൈഡിൽ കൂടി നമുക്ക് ഒത്തിരി മാറ്റാനും അല്ലെങ്കിൽ ആസ്വദിക്കാനും കഴിയുന്നൊരു ഈ യാത്രകൾ ആസ്വദിക്കാൻ കഴിയുന്നത് നൈറ്റാണല്ലേ. പക്ഷേ ആ ഒരു ബ്രിഡ്ജിൽ കൂടെ പോകുമ്പോൾ ഉള്ള ആ ഒരു മനസ്സിൻ്റെ ഒരു കുളിർമയുണ്ടല്ലോ, അത് വല്ലാത്തൊരു ഫീലാണ്. കാരണം പലതരം നിറത്തിലുള്ള ലൈറ്റുകളാണ്. ഇങ്ങനെ നമ്മൾ വണ്ടി മൂവ് ചെയ്ത് പോകുന്നതനുസരിച്ച് ഇങ്ങനെ മിന്നി മറഞ്ഞ് വരുന്ന പലതരം ലൈറ്റുകളും കണ്ണിൽ നല്ല കുളിർമയണിയിക്കുന്ന രീതിയിലുള്ള ഒരു ഫീലാണ് ആ ഒരു ലൈറ്റിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റിൽ കൂടി ഇങ്ങനെ പോകുന്നത്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ഒരു ഐസ്ക്രീം കഴിക്കാനാണ്. അപ്പോൾ മധുരം സാധാരണ ഞങ്ങൾ നൈറ്റ് ഇങ്ങനെ ഒത്തിരി മധുരം കഴിക്കാറില്ല. പക്ഷേ ഇക്ക പറഞ്ഞു പുതിയതായിട്ടൊരു മോഡൽ ഐസ്ക്രീം വന്നിട്ടുണ്ട്, വളരെ ടേസ്റ്റാണ്, അത് സ്പെഷ്യലാണ്, നമുക്കതൊന്ന് വാങ്ങിച്ച് കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ കയറിയതാണ്. അപ്പം ഇക്ക വീഡിയോ പിടിച്ചുകൊണ്ടുവന്നു. ഞാൻ അന്തസ്സായിട്ട് ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം അവിടെയുള്ള സ്റ്റാഫ് പറഞ്ഞു അതങ്ങനെ കഴിക്കുന്നതല്ല, അത് എല്ലാം കൂടി മിക്സാക്കിയിട്ട് കഴിക്കുന്നതാണ്. ഞാനതിൽ കിടന്ന പഴമൊക്കെ നുള്ളിപ്പറക്കിയൊക്കെ കഴിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പം പറഞ്ഞു എല്ലാം കൂടെ മിക്സാക്കി കഴിക്കുമ്പോഴേ അതിൻ്റെ ഒരു ടേസ്റ്റ് അറിയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഒത്തിരി നട്ട്സൊക്കെ ഇട്ടതാണ് കേട്ടോ. അപ്പോൾ അത് കാരണം പിന്നെ അവർ പറഞ്ഞതിന് ശേഷം നമ്മളിതെല്ലാം കൂടെ കുത്തിപ്പൊളിച്ച് എന്താ പറയുക, ഒരു ലിക്വിഡ് പരുവത്തിൽ ആക്കി വെച്ച് ഇങ്ങനെ കോരി കഴിക്കുകയാണ് ചെയ്തത്. പക്ഷേ സത്യം പറഞ്ഞാൽ അവർ പറഞ്ഞത് കറക്റ്റാണ് കേട്ടോ. ആ ഒരു മെത്തേഡിൽ കഴിച്ച സമയത്തുണ്ടല്ലോ നല്ല ടേസ്റ്റാണ്. പക്ഷേ ഇത് ഞങ്ങൾക്ക് 2 പേർക്ക് ഇത് ഒരെണ്ണം ധാരാളമാണ്. കാരണം ഒത്തിരി മധുരമാണ്, നല്ല മധുരമുണ്ട് ഐസ്ക്രീം. അത് കാരണം ഞങ്ങൾക്ക് ഇത് ധാരാളമാണ്. പക്ഷേ ഒരു രക്ഷയില്ലാത്തൊരു ഐസ്ക്രീമാണ്. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.